ഇന്നലെ കിട്ടിയ ചക്ക സൈസാക്കുന്ന തിരക്കിലാണ് കേട്ടോ. ചക്ക ഞങ്ങൾക്ക് എങ്ങനെ കിട്ടിയാലും ഇവിടെ തീർന്നു കിട്ടും. ഇടിച്ചക്ക മുതൽ ചക്കക്കുരു വരെ ഇവിടെ ചിലവാകുന്ന ഒരു കാര്യമാണ് കേട്ടോ. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ഈ ചക്ക എന്ന് പറയുന്നത്. ഇടിച്ചക്കയാണെങ്കിൽ നമ്മൾ ഉപ്പേരി വെക്കും, പിന്നെ ഈ ഒരു പാകത്തിനാണെങ്കിൽ പുഴുങ്ങിയിട്ടും വറുത്തിട്ടും കഴിക്കും, പഴുത്താൽ പിന്നെ അങ്ങനെ കഴിക്കും. ഇനി ചക്കക്കുരു ആണെങ്കിൽ കറി വെച്ചിട്ട് കഴിക്കും. ഇനി ഒന്നുമില്ലെങ്കിൽ നമ്മൾ അടുപ്പിലിട്ട് ചുട്ടെങ്കിലും കഴിക്കും ചക്കക്കുരു. എല്ലാവരും ഞങ്ങളൊരു ചക്ക ഫാമിലിയാണെന്ന് വേണേൽ പറയാം, ഇൻക്ലൂഡിങ് മക്കൾസ്. അവർക്കടക്കം ഈ ചക്ക ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ചക്കേനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊന്നും കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. ഈ ചക്ക എന്ന് പറയുന്നത് ഭയങ്കര പ്രോട്ടീൻ റിച്ച് ഉള്ള സാധനമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നോൺ വെജ് കഴിക്കാത്ത ആൾക്കാർക്ക് വേണമെങ്കിലും പ്രോട്ടീനിന് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ഈ ചക്കേനെ കൊണ്ടൊക്കെ ചക്ക ഉപയോഗിക്കാം കേട്ടോ. പിന്നെ ആൻറ്റി ഓക്സിഡൻ്റ് ഉള്ളതിനോട് നമ്മളെ സ്കിന്നിന് നല്ലതാണ്. പിന്നെ ഫൈബർ കൂടുതൽ ഉള്ളതുകൊണ്ട് നമ്മളെ ദഹനത്തിന് കുറച്ചുകൂടി സ്മൂത്തായിട്ട് നടക്കാൻ ഹെൽപ്പ് ചെയ്യും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചക്കനെ കുറിച്ച് പറയാനുണ്ട്, അതൊന്നും പറയുന്നില്ല. ഈ ചക്ക നന്നാക്കുക എന്നുള്ളതാണ് കുറച്ചൊരു ബോറിംഗ് ആയിട്ടുള്ള പരിപാടി. അത് നമ്മളെല്ലാവരും കൂടിയിരുന്ന് കുറച്ച് പരദൂഷണവും കുറച്ച് കുന്നായ്മയും കൂടി ആകുമ്പോൾ ആ ഒരു പ്രോസസ്സും നല്ല സ്മൂത്തായിട്ട് അങ്ങോട്ട് കഴിഞ്ഞ് കിട്ടും. വിഷ്ണു ഇപ്പോൾ ആദ്യമായിട്ടാണ് കേട്ടോ ചക്ക പുഴുങ്ങിയത് കഴിക്കുന്നത്. പിന്നെ നമ്മളൊരു ചക്ക പുഴുങ്ങാൻ എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു അരച്ചക്കയൊക്കെ പുഴുങ്ങേണ്ട ആവശ്യം വരുള്ളൂ. ബാക്കി എല്ലാവരും നന്നാക്കുമ്പോൾ തന്നെ ഇങ്ങനെ ആട്ടി ആട്ടി തീർക്കും. എല്ലാവരും വയറും ആ ഒരു സമയത്ത് തീരും. പിന്നെ നമ്മൾ വൈകുന്നേരമായിട്ട് നന്നാക്കി വെച്ചിട്ട് പിന്നെ വൈകുന്നേരമായിട്ടാണ് കേട്ടോ പുഴുങ്ങിയത്. ഈ ചക്ക മാങ്ങ എന്നൊക്കെ പറയുന്നത് ഓരോ സീസണിൽ മാത്രം കിട്ടുന്ന സാധനമാണല്ലോ അല്ലേ. ഈ ചക്കക്കാലായ വെറും ചക്കനെയായിരിക്കും അല്ലേ. ആദ്യമൊക്കെ എൻ്റെ കുട്ടിക്കാലത്ത് നല്ല ഓർമ്മയുണ്ട്, അച്ഛനൊക്കെ ഇങ്ങനെ ചക്ക വെട്ടി വെച്ചിട്ട് ഇങ്ങനെ വിളിക്കും കഴിക്കാൻ വേണ്ടിയിട്ട്. അന്നൊക്കെ എല്ലാവരും കൂടി ഇങ്ങനെ വട്ടത്തിലിരുന്ന് കഴിക്കാൻ തന്നെ ഒരു രസമായിരുന്നു. ഇന്നത്തെ മക്കൾക്ക് അങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയില്ല. ഇവിടെ ഇപ്പോൾ ശ്രീഷ്മൻ്റെ അവിടെ കുറേ ചക്ക കണ്ടില്ല ഇങ്ങനെ വേസ്റ്റായി പോകുന്നത്. അവളൊന്നും ഈ സാധനമേ കഴിക്കില്ല. അവളെ കൂട്ട് പറഞ്ഞ മാതിരിയാണ് ഇവിടെ ലക്ഷ്മീൻ്റെ കാര്യം. ഇവർക്ക് ഈ ചക്ക മാങ്ങൊന്നും പറ്റില്ല. പക്ഷേ ഞങ്ങളൊക്കെ എല്ലാവരും കഴിക്കും കേട്ടോ. നമ്മൾ മൈസൂരായിരുന്ന സമയത്ത് ഇതൊക്കെ വില കൊടുത്ത് വാങ്ങാറായിരുന്നു. അന്നൊക്കെ ആരെങ്കിലും നാട്ടിൽ പോയി വരുന്നത് നോക്കിയിരിക്കാറായിരുന്നു.